രാഹുൽ ഈശ്വർ കൂടി നമ്മുടെ ശ്രീ രാഹുൽ ഈശ്വർ ഇപ്പോൾ ഈ ദേവസ്വം ബോർഡിന്റെ തീരുമാനം അറിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. യുവതീ പ്രവേശത്തെ എതിർക്കുന്നു, അതായത് ആചാര സംരക്ഷണം എന്ന നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു, നിങ്ങളൊക്കെ പറയുന്ന നിലപാടിലേക്ക് സർക്കാർ മാറുന്നു. ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡായി കാണാനാകുമോ? ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ തെറ്റിൽ നിന്ന് ആരെങ്കിലും ശരിയിലേക്ക് വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്, പരിഹസിക്കല്ല. സ്വാഗതാർഹമായ മാറ്റമാണ്. ഞാൻ CPM-നെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ സ്വാഗതാർഹമായ ഒരു മാറ്റം ഗവൺമെന്റ് വരണമെങ്കിൽ അതിനെ നമ്മൾ സ്വീകരിക്കണം. ഞാൻ വർഷങ്ങളായി സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന കാര്യമാണ്, ദേവസ്വം ബോർഡിനോട് അഭ്യർത്ഥിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സർക്കാരിന്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ്, സർക്കാർ നയിക്കുന്ന ദേവസ്വം ബോർഡിന്റെ നിലപാട് മാറ്റം പോസിറ്റീവാണ്. ഇല്ലെങ്കിലും നമ്മൾ പോരാടി ജയിക്കും. പക്ഷെ അങ്ങനെയല്ല. ദേവസ്വം ബോർഡ് ശബരിമല അയ്യപ്പന്റെ കാശിൽ നിലനിൽക്കുന്നതാണ്. അയ്യപ്പന്റെ കാശെടുത്ത് അയ്യപ്പനെതിരെ വാദിക്കുക എന്ന മഹാപാപമാണ് കഴിഞ്ഞ തവണ ചെയ്തത്. ഇത്തവണ അവർ ആ നിലപാട് മാറ്റിയെങ്കിൽ അതിനെ പോസിറ്റീവായി നമ്മൾ കാണുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. സർക്കാരിന്റെ നിലപാട് മാറ്റം, ദേവസ്വം ബോർഡിന്റെ നിലപാട് മാറ്റം പോസിറ്റീവാണ്. ഇല്ലെങ്കിൽ തന്നെ ഞങ്ങൾ അടക്കമുള്ള സംഘടന പോരാടി ജയിക്കും. പക്ഷെ എല്ലാവരും കൂടി ഒരുമിച്ച് പോരാടുന്നതാണ് അതിന്റെ നന്മ, അതിന്റെ ഒരുമ. ആ നിലപാടിനെ സ്വാഗതം ചെയ്യും. ശ്രീ രാഹുൽ ശ്രീ പറഞ്ഞതുപോലെ ആചാര സംരക്ഷണം എന്നൊരു ടാഗ് ലൈൻ കൊണ്ടാണോ സർക്കാർ ഇങ്ങനെ ഒരു മാറ്റം മാറുന്നെന്ന് പ്രതീക്ഷിക്കുന്നു? അത്ര നിഷ്കളങ്കമായ ഒരു തീരുമാനമാണ് എന്ന് കരുതുന്നുണ്ടോ? അതിനപ്പുറത്ത് ഇലക്ട്രോൾ പൊളിറ്റിക്സ് തന്നെ ആയിരിക്കില്ലേ സർക്കാരിന്റെ ലക്ഷ്യം, CPM ലക്ഷ്യം? സംശയമില്ല, അതിന് സംശയമില്ല. സർക്കാരിന് രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് നമുക്ക് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ശബരിമലയുടെ ഇലക്ഷൻ താല്പര്യം, ഹിന്ദു വോട്ടുകളുടെ താല്പര്യം ഒക്കെ ആയിരിക്കാം ഇതിന്റെ പിന്നിൽ, അതൊന്നും സംശയമില്ല. പക്ഷേ യഥാർത്ഥത്തിലെ ഫോക്കസ് എന്താണ്? യഥാർത്ഥത്തിലെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ മുമ്പ് സർക്കാരും ദേവസ്വം ബോർഡും തെറ്റായ നിലപാടെടുത്തിരുന്നു. ആ തെറ്റായ നിലപാടിൽ നിന്ന് ശരിയായ നിലപാടിലേക്ക് അവർ വരികയാണ്. അതിനെ ഭക്തർക്ക് സ്വാഗതം ചെയ്യാനേ കഴിയൂ. ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയം കാണാം, സാമുദായിക താല്പര്യങ്ങൾ കാണാം, ഇലക്ഷൻ വരുന്നു എന്നുള്ള കാര്യം കാണാം. അതൊന്നുമില്ലെന്ന് പറയുന്നില്ല. ഇനി സർക്കാരും ദേവസ്വം ബോർഡും എന്ത് നിലപാടെടുത്താലും നമ്മൾ പോരാടി ജയിക്കുമെന്ന കാര്യത്തിലും ആർക്കും സംശയം ഉണ്ടാവില്ല. കാര്യം കഴിഞ്ഞ തവണ സർക്കാരും ദേവസ്വം ബോർഡും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മറുഭാഗത്ത് നിന്നിട്ടും ഞങ്ങൾ വിശ്വാസികൾ പോരാടി ജയിച്ചതാണ്. പക്ഷേ ആരെയും അകറ്റി നിർത്തുന്നതല്ല, എല്ലാരെയും ചേർത്ത് നിർത്തുന്നതാണ് ശബരിമല അയ്യപ്പന്റെ ദർശനം. അതുകൊണ്ട് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും, സർക്കാരാണല്ലോ ദേവസ്വം ബോർഡിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, ദേവസ്വം ബോർഡിന്റെയും നിലപാട് പോസിറ്റീവായി മാറുകയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഒറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, അത് മാറേണ്ടത് ഈ ഇലക്ഷൻ കാരണമോ അല്ലെങ്കിൽ വിശ്വാസി പ്രക്ഷോഭങ്ങളെ ഭയന്നിട്ടോ ആവരുത്. പകരം ശബരിമലയുടെ ഭാഗത്താണ് ന്യായം. ശബരിമലയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് എല്ലാ വർഷവും വരുന്നത്. ശബരിമലയിൽ യുവതികൾക്ക് ഒരു പ്രായ നിയന്ത്രണം മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണം അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യമാണ് എന്ന സത്യത്തിലും നീതിയിലും അടിസ്ഥിതമായ നിലപാടായിരിക്കണം. അല്ലാതെ ഇലക്ടോറൽ പൊളിറ്റിക്സ് കണ്ടുകൊണ്ടാവരുത്. അങ്ങനെയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, നമ്മൾ ഇഷ്ട രീതി വ്യാഖ്യാനിക്കാം. പക്ഷേ ദേവസ്വം ബോർഡിന്റെ ഈ നിലപാട് മാറ്റം വളരെ സ്വാഗതാർഹമാണ്, പോസിറ്റീവാണ്. മുമ്പ് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ആരെയും പരിഹസിച്ച് അകറ്റി നിർത്തണ്ട. ശരിയായ നിലപാടിലേക്ക് വരുമ്പം പ്രോത്സാഹിപ്പിച്ച് ചേർത്ത് നിർത്തുന്നതാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ സംസ്കാരം. നമ്മുടെ ദേവസ്വം ബോർഡിന്റെ നിലപാട് നന്മയിലേക്കുള്ള നിലപാട് ഉള്ളതാണ്. ഇതേപോലെ സർക്കാരും നിലപാട് മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. 67ഓളം പെറ്റീഷൻസ് ഉണ്ട്. സർക്കാർ മാറ്റിക്കൊണ്ടിരിക്കുന്നു നിലപാട്. മാറി വരുന്നത് നല്ലതാണ്. തീർച്ചയായും ഇക്കാര്യത്തിൽ പ്രതികരിച്ച് രാഹുൽ ഈശ്വറിനോട് നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.